നമുക്ക് പ്രിൻ്റ് കൾച്ചറിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ദ 19th സെഞ്ച്വറി. 19th സെഞ്ച്വറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 19ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ യൂറോപ്പിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അതായത് ഈ പറയുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻപ് വായന കുറച്ച് പേരിൽ മാത്രമായിരുന്നു എങ്കിൽ ഈ നൂറ്റാണ്ടിൽ കുട്ടികൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എല്ലാവരും എന്ത് ചെയ്തു? വായനയുടെ ലോകത്തേക്ക് കടന്നു വന്നു. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ചിൽഡ്രൻ, വുമൺ ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ആസ് പ്രൈമറി എഡ്യൂക്കേഷൻ ബിക്കെയിം കമ്പൽസറി ഫ്രം ദ ലാസ്റ്റ് 19th സെഞ്ച്വറി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിർബന്ധിതമാക്കി മാറ്റി, കമ്പൽസറി ആക്കിയിട്ട് മാറ്റമുണ്ടായി. അതിനാൽ കുട്ടികൾ വലിയ തോതിൽ വായനക്കാരായി. കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കേണ്ടി വന്നു. ഇത് പബ്ലിഷിംഗ് വ്യവസായത്തിന്, പബ്ലിഷിംഗ് ഇൻഡസ്ട്രിക്ക് വളരെ പ്രധാനമായിട്ട് മാറി. 1857 ഫ്രാൻസിൽ കുട്ടികൾക്കായിട്ട് മാത്രം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസ് ആരംഭിച്ചു. അത് കുട്ടികൾക്ക് കഥകളും അറിവുകളും നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. അതേ സമയത്ത് തന്നെ ജർമ്മനിയിൽ ഗ്രിം ബ്രദേഴ്സ് എന്ന സഹോദരന്മാർ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച നാടോടി കഥകൾ, ഫോക്ക് ടെയിൽസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. സ്റ്റോറീസ് വർ പബ്ലിഷ്ഡ് ഇൻ കളക്ഷൻ 1812. എന്നാൽ കുട്ടികൾക്ക് യോജിക്കാത്ത ഭാഗങ്ങൾ അവരെന്ത് ചെയ്തു? അവരതിൽ നിന്ന് മാറ്റി. സാധാരണ ജനങ്ങൾക്ക് മോശമായി തോന്നാവുന്ന കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അത് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ അച്ചടി പഴയ കഥകൾ സംരക്ഷിച്ചു. അതേസമയം അവരെ മാറ്റിയും പുതുക്കിയും ഒക്കെ എന്ത് ചെയ്തു? സംരക്ഷിച്ചു പോന്നു, പഴയ കഥകളെയും ഒക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വുമൻസിൻ്റെ കാര്യമാണ്. സ്ത്രീകൾ വായനക്കാരും എഴുത്തുകാരുമായിട്ട് വരുന്നു. ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ? വുമൺ ബിക്കെയിം ഇമ്പോർട്ടൻറ്റ് ആസ് റീഡേഴ്സ് ആസ് വെൽ ആസ് റൈറ്റേഴ്സ്. പിന്നെ ഈ മാഗസീൻസ് വെർ സ്പെഷ്യലി മെൻ ഫോർ വുമൺ ആസ് വെൽ മാനുവൽ ടീച്ചിങ്, പ്രോപ്പർ ബിഹേവിയർ ആൻഡ് ഹൗസ് കീപ്പിംഗ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും പ്രധാന വായനക്കാരായിരുന്നു. സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പെന്നി മാഗസീൻസ് ഉണ്ടായിരുന്നു. ഈ മാസികകളിൽ സ്ത്രീകളെ സുന്ദരമായ പെരുമാറ്റം, വീട്ടുജോലി, കുടുംബജീവിതം എന്നിവ പഠിപ്പിച്ചു. പിന്നീട് നോവലുകൾ എഴുതാൻ തുടങ്ങി. നോവലുകളുടെ പ്രധാന വായനക്കാർ സ്ത്രീകളായിരുന്നു. ജീൻ ഓസ്റ്റൻ, ജോൺ ദി സിസ്റ്റേഴ്സ്, ജോർജ് എലിയറ്റ് എന്നിവർ പ്രശസ്തമായ സ്ത്രീ എഴുത്തുകാരായിരുന്നു. അവരെഴുതിയ കഥകൾ ഒരു പുതിയ സ്ത്രീയുടെ ചിത്രം ലോകത്തിന് മുൻപിൽ വരച്ചു കൊടുത്തു. ശക്തമായ വ്യക്തിത്വമുള്ളവൾ, സ്വയം തീരുമാനമെടുക്കുന്നവൾ, ചിന്തിക്കാനും അഭിപ്രായം പറയാനും കഴിവുള്ളവർ എന്ന സ്ത്രീ കഥാപാത്രങ്ങളെ ഇവരെന്ത് ചെയ്തു? അവതരിപ്പിച്ചു. Their writing became important in defining a new type of woman, a person with will, strength of personality, determination and the power to think. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തൊഴിലാളികൾ വായനയിലൂടെ വളർച്ച പ്രാപിച്ചതാണ്. 17ാം നൂറ്റാണ്ട് മുതൽ തന്നെ ലെൻഡിങ് ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അത് പുസ്തകങ്ങൾ വായിക്കാൻ നൽകുന്ന ലൈബ്രറികളായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഈ ലൈബ്രറികൾ തൊഴിലാളികളെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി. വൈറ്റ് കോളർ തൊഴിലാളികളും ലോവർ മിഡിൽ ക്ലാസ് ആളുകളും ഇവിടെ നിന്ന് വായന ആരംഭിച്ചു. തൊഴിലാളികൾ പകലൊട്ട് ജോലി ചെയ്തു, രാത്രി മെഴുകുതിരിയുടെ വെളിച്ചത്തിലൊക്കെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു. വർക്കിൻ്റെ അവസരങ്ങൾ അല്ലെങ്കിൽ വർക്കില്ലാത്ത സമയങ്ങൾ അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനായിട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ടൈം ലഭിച്ചു. അവർ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതി, ഓട്ടോബയോഗ്രഫീസ് എഴുതി. ഇതുവഴി വായന തൊഴിലാളികളുടെ ശബ്ദമായിട്ട് മാറുകയായിരുന്നു. ഓക്കെ, നമുക്ക് ഈ പേജിൽ നോക്കിയ കാര്യങ്ങൾ ബ്രീഫായിട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ 19th സെഞ്ച്വറി വിറ്റ്നസ്ഡ് എ മേജർ റൈസ് ഇൻ മാസ് ലിറ്ററസി ഇൻ യൂറോപ്പ്. അവിടെ തുടങ്ങിയിട്ട് കുട്ടികളുടെയും വുമൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഏറ്റവും ക്രീമായിട്ടുള്ള പോയിന്റുകളാണ്. നിങ്ങളത് വായിച്ചു പഠിക്കുക. നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ട് വായന എല്ലാവർക്കും എത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. കുട്ടികൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർ വായനക്കാരായി. അച്ചടി പഴയ കഥകൾ സംരക്ഷിക്കുകയും മാറ്റുകയും ചെയ്തു. വായന വിദ്യാഭ്യാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആയുധമായിട്ട് മാറി. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഫർദർ ഇന്നൊവേഷൻസ് ആണ്. എന്താണ് ഫർദർ ഇന്നൊവേഷൻസ്? അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അച്ചടി യന്ത്രങ്ങൾ മരത്തിൽ നിന്ന് ലോഹത്തിലേക്ക് മാറുകയുണ്ടായി. മരത്തിൽ നിന്ന് എന്ത് ചെയ്തു? ലോഹത്തിലേക്ക്, മെറ്റലുകളിലേക്ക് മാറി. ഇത് പ്രിൻറ്റിംഗ് ലോകത്ത് വലിയ ഒരു തുടക്കമായിരുന്നു. 19ാം നൂറ്റാണ്ട് മുതൽ അച്ചടി തൊഴിലിൽ തുടർച്ചയായ സാങ്കേതിക പുരോഗതികളുണ്ടായി. പവർ
ജിവൻ പ്രസ് വേഗത്തിൽ എന്ത് ചെയ്തു, പവർ ഡ്രസ് വേഗത്തിൻ്റെ കാലമായിട്ട് മാറുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ന്യൂയോർക്കിൽ എന്ത് സംഭവിച്ചു? 19-ാം നൂറ്റാണ്ടിൻ്റെ by the late 18th century, the press came to be made out of metal. Through the 19th century, there was a series of other innovations in printing technology. By the mid-19th century, Richard M. Hoff, New York, had perfected the power-driven cylindrical press. അതായത് പവർ ഡ്രൈവൻ സിലിണ്ട്രിക്കൽ പ്രസ്സിൻ്റെ ഒരു അച്ചടി യന്ത്രം എന്ത് ചെയ്തു? വികസിപ്പിക്കുകയാണ്. ആര്? റിച്ചാർഡ് എം ഹോ. അത് പവർ ഡ്രൈവിൻ സിലിണ്ടറൽ പ്രസ്. ഈ ഒരു യന്ത്രം, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 8000 ഷീറ്റുകൾ വരെ എന്ത് ചെയ്യാം? അച്ചടിക്കാമായിരുന്നു. 8000 ഷീറ്റുകൾ വരെ എന്ത് ചെയ്തു? അച്ചടിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ അച്ചടിക്കാൻ സഹായിച്ചു. ഇതിലൂടെ എന്ത് സംഭവിച്ചു? വാർത്തകൾ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് തുടങ്ങി. ഓഫ്സെറ്റ് പ്രസ്സും നിറങ്ങളുടെ ലോകവും ഒക്കെ അപ്പോഴും എന്ത് ചെയ്തു? തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. ദെൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഓഫ്സെറ്റ് പ്രസ് വികസിപ്പിക്കപ്പെട്ടു. ഈ പ്രസ്സിന് ഒരേ സമയം 6 നിറങ്ങൾ വരെ അച്ചടിക്കാനായിട്ട് കഴിയുമായിരുന്നു. അതോടെ പുസ്തകങ്ങളും മാസികകളും കൂടുതൽ ആകർഷകമായിട്ട് മാറി. 20-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്സുകൾ വന്നു തുടങ്ങി. അത് അച്ചടിയുടെ വേഗം കൂടുതലാക്കി. ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളിലേക്ക് എന്ത് ചെയ്തു? വഴിതെളിയിച്ചു. ഇതോടെ മാത്രം കാര്യങ്ങൾ അവസാനിച്ചില്ല. അച്ചടി തൊഴിലിൽ നിരവധി ചെറിയ മെച്ചപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സ് വന്നു. പേപ്പർ നൽകുന്ന രീതി മെച്ചപ്പെട്ടു. പ്രിൻറ്റിംഗ് പ്ലേറ്റുകളുടെ ഗുണനിലവാരം ഉയർന്നു. ഓട്ടോമാറ്റിക് പേപ്പർ റീലുകൾ വന്നു. നിറങ്ങൾ നിയന്ത്രിക്കാൻ ഫോട്ടോ ഇലക്ട്രിക് കൺട്രോൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ചെറിയ മാറ്റങ്ങളെല്ലാം ചേർന്ന് അച്ചടിച്ച എഴുത്തുകളുടെ ഭംഗിയും നിലവാരവും പൂർണ്ണമായിട്ടും മാറ്റി. പുസ്തക വിപണികൾ തുറന്നു. പ്രിൻ്റർമാരും പബ്ലിഷർമാരും തങ്ങളുടെ പുസ്തകങ്ങൾ വിൽക്കാനായിട്ട് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തി. 19-ാം നൂറ്റാണ്ടിൽ മാസികകളിൽ നോവലുകൾ ഭാഗങ്ങളായിട്ട്, അതായത് സീരിയലൈസ്ഡ് നോവൽസ് പ്രസിദ്ധീകരിച്ചു. ഇത് ഒരു പുതിയ രചനാശൈലിക്ക് ജന്മം നൽകി. ഷില്ലിംഗ് സീരീസ്, വില കുറഞ്ഞ പുസ്തകങ്ങൾ. 1920-കളിൽ ഇംഗ്ലണ്ടിൽ ജനപ്രിയ പുസ്തകങ്ങൾ വില കുറഞ്ഞ രീതിയിൽ വിൽക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ഷില്ലിംഗ് സീരീസ്. ഇവയെ ഷില്ലിംഗ് സീരീസ് എന്ന് വിളിച്ചു. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഷില്ലിംഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ പുസ്തകങ്ങളാണ്. 1920-കളിൽ ഇംഗ്ലണ്ടിൽ, ഇൻ ദ 1920s ഇൻ ഇംഗ്ലണ്ട്, പോപ്പുലർ വർക്ക്സ് വെയർ സോൾഡ് ഇൻ ചീപ്പ് സീരീസ് കോൾഡ് ദി ഷില്ലിംഗ് സീരീസ്. 1920-കളിൽ ഇംഗ്ലണ്ടിൽ ജനപ്രിയ പുസ്തകങ്ങൾ വില കുറഞ്ഞ രീതിയിൽ വിൽക്കാനായിട്ട് തുടങ്ങി. ഇവയെ ഷില്ലിംഗ് സീരീസ് എന്ന് വിളിച്ചു. പുസ്തകങ്ങളുടെ പുറംചട്ടയായ ഡസ്റ്റ് കവർ അല്ലെങ്കിൽ ബുക്ക് ജാക്കറ്റ് 20-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പുതുമയായിരുന്നു. ഇത് വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സഹായിച്ചു. ഇനി എന്ത് സംഭവിച്ചു? ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഒരു കാലമുണ്ട്. വിത്ത് ദി onset of the Great Depression in the 1930s, publishers feared a decline in the book purchases. To sustain buying, they brought out cheap paperback edition. 1930-കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ പുസ്തക വിൽപ്പന കുറയുമോ എന്ന് പബ്ലിഷർമാരെ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അതിനാൽ വായന തുടർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് അവർ പേപ്പർ ബാക്ക് എഡീഷൻസ് പുറത്തിറക്കി, വില കുറഞ്ഞത്. ഇതുവഴി പുസ്തകങ്ങൾ വീണ്ടും സാധാരണ ജനങ്ങളിലേക്ക് എത്തി. പിന്നെന്താ? ഈ കാലത്ത് മതിലുകളിൽ, റെയിൽവേ സ്റ്റേഷനുകൾ, പൊതു കെട്ടിടങ്ങളിലൊക്കെ വലിയ തോതിൽ അച്ചടിച്ച പരസ്യങ്ങൾ സ്ഥാപിച്ചു. ഇത് ജനങ്ങളുടെ ചിന്തയെയും വാങ്ങാനുള്ള ശീലങ്ങളെയും എന്ത് ചെയ്തു? സ്വാധീനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്രീമായിട്ടുള്ള പോയിന്റുകൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കുകയോ നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റിയിട്ട് പഠിക്കുകയോ ചെയ്യുക. സിമ്പിളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഓഫ് പ്രിൻ്റ് ആണ്. ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഓഫ് പ്രിൻ്റ്. ലെറ്റ് us see when printing began in India and how ideas and information were written before the age of print. അതായത് അച്ചടിയുടെ കാലത്തിന് മുൻപുള്ള കയ്യെഴുത്തുകൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അച്ചടി യന്ത്രങ്ങൾ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ അറിവ് പകർന്നു നൽകിയിരുന്നു. അത് നമ്മൾ ലിപികളായിട്ടാണ്, കയ്യെഴുത്ത് പ്രതികൾ അല്ലെങ്കിൽ കയ്യെഴുത്ത് ലിപികൾ വഴിയായിരുന്നു. ഇന്ത്യക്ക് വളരെ പഴക്കമുള്ളതും സമ്പന്നവുമായ ഒരു കയ്യെഴുത്ത് പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ ലിപികൾ സംസ്കൃതം, അറബി, പേർഷ്യൻ, വിവിധ പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ എഴുതപ്പെട്ടവയായിരുന്നു.
അന്ന് അറിവ് കൈകൊണ്ട് തന്നെ അക്ഷരമായി എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്തത്, സംഹരിച്ചു വെച്ചിരുന്നത്. എഴുത്തിനുള്ള വസ്തുക്കൾ പലപ്പോഴും ഓലകളിലാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, പാം ലീവ്സിലാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് തയ്യാറാക്കിയ പേപ്പറിൽ എഴുതിയതായിരുന്നു. ഓരോ പേജും ചിത്രങ്ങളാൽ മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്നു. ഇത് വായനയെ കണ്ണിനും മനസ്സിനും ആസ്വാദ്യമാക്കി. ഇനി ഈ പറയുന്ന രീതി ദീർഘകാലം നിലനിൽക്കാനായിട്ട് വളരെ സൂക്ഷിച്ചാണ് ഈ പറയുന്ന ലിപികൾ അല്ലെങ്കിൽ ഓലകൾ എന്ത് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. അവ മരത്തിൻ്റെ കവചങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും, അമർത്തി വയ്ക്കുകയും തുന്നി ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവ നശിക്കാണ്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. അച്ചടി വന്നിട്ടും ഇന്ത്യയിൽ ലിപികൾ ഉണ്ടായിരുന്നു. അതായത് പഴയകാല ലിപികൾ, നമ്മൾ എഴുതി വെച്ചിരുന്ന ഓലകളിൽ എഴുതിയിരുന്ന മാനുസ്ക്രിപ്റ്റ്സ്, അതൊക്കെ ഇവിടെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അച്ചടി ഇന്ത്യയിൽ വന്നതിന് ശേഷവും ഇവ പല വർഷങ്ങൾ കൂടി ഈ സ്ക്രിപ്റ്റ്സൊക്കെ നിർമ്മിച്ചു കൊണ്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും ഈ പാരമ്പര്യം തുടർന്നു. പ്രത്യേകിച്ച് സമ്പന്നർക്കായിട്ടും രാജകീയ ഗ്രന്ഥങ്ങൾക്കായിട്ടും മാനുസ്ക്രിപ്റ്റ്സ് ആണ് എന്ത് ചെയ്തത്, തയ്യാറാക്കിക്കൊണ്ട് ഇരുന്നത്. എങ്കിലും ചില വലിയ കുറവുകൾ അല്ലെങ്കിൽ ഡ്രോബാക്സ് അതിനുണ്ടായിരുന്നു. ഒന്ന്, വളരെ കോസ്റ്റ്ലി ആയിരുന്നു ഇവ ഉണ്ടാക്കുക. പിന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു. മാത്രമല്ല അവ എളുപ്പത്തിൽ നമുക്ക് വായിക്കാനും കഴിയുണ്ടായിരുന്നില്ല. മാനുസ്ക്രിപ്റ്റ്സ് ഹവർ വെയർ ഹൈലി എക്സ്പെൻസീവ് ആൻഡ് ഫ്രജൈൽ. ദേ ഹാഡ് ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ആൻഡ് ദേ കുഡ് നോട്ട് ബി റീഡ് ഈസിലി. എളുപ്പമായിരുന്നില്ല വായിക്കാനായിട്ടും. ദെൻ ഈ സ്ക്രിപ്റ്റ്സ് വെറും പുസ്തകങ്ങൾ മാത്രമായിരുന്നില്ല, അവയിൽ കലയും അറിവും ചേർന്ന അമൂല്യ വസ്തുക്കളായിരുന്നു. ഉദാഹരണത്തിന് ജയദേവൻ്റെ ഗീതാഗോവിന്ദം, ഹാഫിസിൻ്റെ ദിവാൻ, ഇവയിൽ മനോഹരമായിട്ടുള്ള കാലിഗ്രാഫി, വർണ്ണാഭമായിട്ടുള്ള ചിത്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അച്ചടി വന്നിട്ടും മാനുസ്ക്രിപ്റ്റ്സ് സമ്പന്നർക്കായിട്ട് തുടർ നിർമ്മിച്ചിരുന്നു. ഒക്കെയാണല്ലോ ഇതിൻ്റെ ഈ പോയിൻറ്റ്സുകൾ. മാനുസ്ക്രിപ്റ്റ്സ് ബിഫോർ ദ ഏജ് ഓഫ് പ്രിൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യ ഹാഡ് എ റിച്ച് ട്രഡീഷൻ ടു ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ്സ് ബിഫോർ പ്രിൻറ്റിങ്. നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പ്രിൻ്റ് കംസ് ടു ഇന്ത്യ എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രിൻ്റ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെ എന്തായിരുന്നു, മാനുസ്ക്രിപ്റ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇന്ത്യയിൽ എഴുത്ത് ശൈലികൾ സ്ക്രിപ്റ്റ്സ് എഴുതപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് എന്തുണ്ടായിരുന്നില്ല, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ബംഗാളിലെ ഗ്രാമവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കാതെ കേട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സ് ഡിക്റ്റേറ്റഡ് പോർഷൻസ് ഓഫ് ടെക്സ്റ്റ് ഫ്രം മെമ്മറി ആൻഡ് സ്റ്റുഡൻസ് ഷോട്ട് ദം ഡൗൺ. മെനി ദസ് ബിക്കം ലിറ്ററേറ്റ് വിത്തൗട്ട് എവർ ആക്ച്വലി റീഡിങ് എനി കൈൻഡ് ഓഫ് ടെക്സ്റ്റ്. അതുവരെ അവരൊന്നും തന്നെ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, കേട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുള്ള ബംഗാളിലെ ഗ്രാമവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ എഴുതാൻ മാത്രമാണ് പഠിച്ചത്. അധ്യാപകർ പാഠഭാഗങ്ങൾ വായിച്ചു പറയും, വിദ്യാർത്ഥികളത് ഓർമ്മയിൽ നിന്ന് എഴുതി പഠിക്കും. ഇതുവഴി പലർക്കും വായിക്കാൻ അറിയാമെങ്കിലും പുസ്തകങ്ങൾ വായിച്ച അനുഭവം ഇല്ലായിരുന്നു. പ്രിൻ്റ് കംസ് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് അച്ചടി എത്തുന്ന ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാലം പതിയെ പതിയെ മാറി ഇന്ത്യയിൽ ഒരു പുതിയ വിപ്ലവം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അച്ചടി യന്ത്രം ആദ്യമായി ഇന്ത്യയിലെത്തിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരോടൊപ്പമായിരുന്നു. അവർ ഗോവയിൽ ആദ്യ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചു. ജസ്യൂട്ട് പുരോഹിതന്മാരും ഒക്കെയാണ് ഈ പറയുന്നതിന് എന്ത് ചെയ്തത്, പ്രിൻറ്റിങ്ങിന് ഇത് കൊടുത്തത്. ദെൻ കാത്തലിക്സിൽ the printing press first came to Goa with the Portuguese missionaries in the mid-16th century. Jesuit priests learned Konkani and printed several tracts by 1674. About 50 books had been printed in the Konkani and in Kannada languages. അതായത് ജസ്യൂട്ട് പുരോഹിതന്മാർ കൊങ്കണി ഭാഷ പഠിച്ചിട്ട് മതഗ്രന്ഥങ്ങൾ അച്ചടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 1647 കൊങ്കണി കാനറ ഭാഷകളിൽ ഏകദേശം 50 പുസ്തകങ്ങൾ അച്ചടിച്ചിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ദക്ഷിണേന്ത്യയുടെ കാര്യം നോക്കാം. ദക്ഷിണേന്ത്യയിൽ 1579 എപ്പോഴാണ്, 1579 കൊച്ചിയിൽ ആദ്യ തമിഴ് പുസ്തകം അച്ചടിച്ചു.
1713 ആദ്യ മലയാള പുസ്തകവും അച്ചടിച്ചു. 1710 ഡച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ 32 തമിഴ് ഗ്രന്ഥങ്ങൾ അച്ചടിച്ചു. ഇവയിൽ പലതും പഴയ ഗ്രന്ഥങ്ങളുടെ പരിഭാഷകളായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ്. The English language press did not grow in India till quite late. Even through the English East India Company began to import press from the late 17th century. നമ്മൾ പറയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം ആരംഭിച്ചിട്ടും ഇംഗ്ലീഷ് ഭാഷയിലെ അച്ചടി ആദ്യകാലത്ത് വളർന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇംഗ്ലീഷ് പ്രസ്സുകൾ ഇന്ത്യയിലേക്ക് എത്താനായിട്ട് തുടങ്ങി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് പത്രത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കേട്ടോ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഫ്രം 1780. From 1778, James Augustus Hickey began to edit the Bengal Gazette, a weekly magazine that described itself a commercial paper open to all. അതായത് ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി അദ്ദേഹം ബംഗാൾ ഗസറ്റ് എന്ന ആഴ്ച പതിപ്പ് പ്രസിദ്ധീകരിച്ചു. ഈ പത്രം വ്യാപാര വാർത്തകൾ, ഗോസിപ്പുകൾ, പരസ്യങ്ങളെല്ലാം എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുവഴി ഇന്ത്യയിൽ സ്വകാര്യ ഇംഗ്ലീഷ് അച്ചടി ആരംഭിക്കുകയാണ്. ഇതോടുകൂടിയിട്ടാണ് ആ സംഭവത്തോടു കൂടിയിട്ട്. ഇനി ഹിക്കി കമ്പനിയുടെ അഴിമതികൾ പത്രത്തിൽ എഴുതിയിരുന്നു. ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ കമ്പനിയുടെ കുറേ കഥകളൊക്കെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവരോട് ദേഷ്യം വന്നു. എന്താണ് സംഭവിച്ചത്? ഹിക്കി എന്ന് പറയുന്ന വ്യക്തി ഹിക്കി പബ്ലിഷ്ഡ് എ ലോട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ദോസ് ദാറ്റ് റിലേറ്റഡ് ടു ദി ഇമ്പോർട്ട് ആൻഡ് സെയിൽ ഓഫ് സ്ലേവ്സ്. അടിമകളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ബട്ട് ഹി ഓൾസോ പബ്ലിഷ്ഡ് എ ലോട്ട് ഓഫ് ഗോസിപ്സ് അബൌട്ട് ദി കമ്പനി സീനിയർ ഒഫീഷ്യൽസ് ഇൻ ഇന്ത്യ. ഇതൊക്കെ കമ്പനി സീനിയർ ഒഫീഷ്യൽസിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതാൻ തുടങ്ങി, ആളുകൾ വായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തിനെതിരായിട്ട് വരികയാണ്. വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? വാണിങ്ങുകൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പീഡനത്തിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരായിട്ട് എഴുതിയല്ലോ. അതേസമയം ഭരണകൂടം സർക്കാരിനെതിരായി എഴുതുന്നവരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറയുന്നവരെ എന്ത് ചെയ്തു? പത്രങ്ങളെ അല്ലെങ്കിൽ അതിനെതിരായിട്ട് തടയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് persecuted Hickey and encouraged the publication of officially sanctioned newspapers that could counter the flow of information that damaged the image of the colonial government. കൊളോണിയൽ ഗവൺമെൻറ്റിന് ഇതിനായിട്ട് വരുന്നതിനൊക്കെ അവർ പണിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിൽ നിരവധി പത്രങ്ങളും ജേണലുകളും ഉദയം ചെയ്തു. ഇതിൽ 2 പ്രധാന വഴികളുണ്ടായിരുന്നു. ഒന്ന് ഇംഗ്ലീഷിലെ പത്രങ്ങളുണ്ടായിരുന്നു, ഇന്ത്യൻ ഭാഷകളിലുണ്ടായിരുന്നു. ആദ്യ ഇന്ത്യൻ ഭാഷാപത്രം ബംഗാൾ ഗസറ്റ് ആയിരുന്നു. ഇത് പ്രസിദ്ധീകരിച്ചത് ഗംഗാധർ ഭട്ടാചാര്യ ആയിരുന്നു. അദ്ദേഹത്തെ രാജാ റാം മോഹൻ റോയ് ആണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബൈ ദി ക്ലോസ് ഓഫ് ദ 18th century a number of newspapers and journals appeared in print. There was Indians too who began to publish Indian newspapers. The first to appear was the weekly Bengal Gazette, brought out the Gangadhar Bhattacharya, who was close to Ram Mohan Roy. അദ്ദേഹം വളരെയധികം ആരുമായിട്ട് ക്ലോസ് ആയിരുന്നു? നമ്മുടെ രാജാ റാം മോഹൻ റോയുമായിട്ട്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചത് രാജാ റാം മോഹൻ റോയ് ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പുസ്തകം 16-ാം നൂറ്റാണ്ടിൽ അച്ചടി ഇന്ത്യയിൽ ഗോവയിലായിരുന്നു ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്. 1579 ആദ്യത്തെ തമിഴ് പുസ്തകം, 1713 ആദ്യ മലയാള പുസ്തകം, 1780 ബംഗാൾ ഗസറ്റ്. അച്ചടി എന്നത് അറിവിൻ്റെ ഒരു ജനാധിപത്യം ആയിരുന്നു. ഈ ക്രീമായിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കുക, പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ദെൻ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് റിലീജിയസ് റീഫോംസ് ആൻഡ് പബ്ലിക് ഡിബേറ്റ്സ്. റിലീജിയസ് റീഫോംസ് ആൻഡ് പബ്ലിക് ഡിബേറ്റ്സ് എന്നുള്ളതാണ് ഭാഗം. എന്താണ്? മതപരിഷ്കരണങ്ങൾ, റിഫോംസ്, പരിഷ്കരണങ്ങൾ അല്ലേ. പിന്നെന്താ? പൊതുചർച്ചകൾ, പബ്ലിക് ഡിബേറ്റുകളും. ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം, വളരെ എളുപ്പമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ റിലീജിയസിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് സമൂഹത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ വിവിധ മതവിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കൂട്ടരും സ്വന്തം മതവിശ്വാസങ്ങളെ അവരുടേതായ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങി.
വാദങ്ങളും പ്രതികരണങ്ങളും വന്നു. ചിലർ നിലവിലുള്ള മതാചാരങ്ങളെ വിമർശിച്ചു. അവർ സമൂഹത്തിൽ റിഫോം വേണം എന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ സമൂഹത്തിനൊരു പരിഷ്കരണം ആവശ്യമാണെന്ന് പറഞ്ഞു. അതേസമയം ചിലർ പരിഷ്കരണങ്ങളുടെ വാദങ്ങളെ പ്രതിഷേധിച്ചു. ഇതുവഴി വലിയ ആശയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ഇനി ഇവിടെ എന്ത് ചെയ്തു? ഈ വാദങ്ങൾ സ്വകാര്യമായിട്ടല്ല ഈ വാദങ്ങൾ, ഈ ഡിബേറ്റ്സുകൾ നടന്നത്. ഇത് പൊതുയോഗങ്ങളിൽ, പുസ്തകങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ വ്യാപിക്കാനുണ്ടായി. അച്ചടിച്ച ട്രാക്റ്റുകളല്ലേ, ട്രാക്റ്റുകൾ, പത്രങ്ങൾ പുതിയ ആശയങ്ങൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതോടെ കൂടുതൽ ആളുകൾ ഈ ചർച്ചകളിൽ എന്ത് ചെയ്തു? പങ്കെടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി ബംഗാളിലെ മതചർച്ചകൾ. ബംഗാളിൽ മതപരിഷ്കരനും ഹിന്ദു ഓർത്തഡോക്സുകളും തമ്മിൽ വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തർക്കങ്ങൾ പ്രധാനമായിട്ടും എന്തിനെക്കുറിച്ചായിരുന്നു എന്നറിയോ? സതി, വിഡോ, ഇമോലേഷൻ, ഏകദൈവ വിശ്വാസം, മോണോത്തിസം, ബ്രാഹ്മണാധികാരം, വിഗ്രഹാരാധന എന്നിവയെക്കുറിച്ചായിരുന്നു. ചർച്ചകൾ വളരെ ശക്തമായി. പുസ്തകങ്ങളും പത്രങ്ങളും വളരെ കൂടുതലായിട്ട് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. സാധാരണ ആളുകൾക്കും ഈ ആശയങ്ങൾ മനസ്സിലാകാൻ എളുപ്പമാക്കാൻ എഴുത്ത് ദൈനംദിന ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ച ആളാണ് രാജാറാം മോഹൻ റോയ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, സതി നിർത്തലാക്കാനായിട്ട് രാജാറാം മോഹൻ റോയ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. 1821 Ram Mohan Roy published Sambat Kaumudi from 1821 and the Hindu Orthodox commissioned the Samachar Chandrika to oppose his opinion. അതായത് രാജാറാം മോഹൻ റോയ് 1821 സമ്പത്ത് കൗമുദി എന്ന പത്രം ആരംഭിച്ചു. അദ്ദേഹം അത് ഉപയോഗിച്ചത് പരിഷ്കരണങ്ങൾ, ആ മതത്തിലുണ്ടായിരുന്ന കുറേ ഉച്ചനീചത്വങ്ങൾ എടുത്തു മാറ്റണമെന്നായിരുന്നു വേണ്ടിയിട്ടായിരുന്നു. അത് പരിഷ്കരണങ്ങൾ, ആശയങ്ങൾ വ്യാപിക്കാനായിട്ട് ഉപയോഗിച്ചു. എന്നാൽ ഇതിനെതിരായിട്ട് കുറച്ച് ആശയങ്ങൾ വന്നു. ഹിന്ദു ഓർത്തഡോക്സുകാർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കെതിരായി സമാചാർ ചന്ദ്രിക എന്നൊരു പത്രം കൂടി ആരംഭിച്ചു. ഇനി നമുക്ക് മറ്റു പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1822 2 പേർഷ്യൻ പത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ 2 പേർഷ്യൻ ന്യൂസ് പേപ്പേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജാമൈ ജഹാൻ നാമ, ദെൻ ഷംസുൽ അക്ബർ എന്നിവ 2 എണ്ണമാണ് ഇതുണ്ടായിരുന്നത്. അതേ വർഷം ഒരു ഗുജറാത്തി പത്രമായ ബോംബെ സമാചാർ ആരംഭിച്ചു. ഇതോടെ മതചർച്ചകൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, രാജ്യം മൊത്തം വ്യാപിച്ചു. ഇതിനെതിരെ മുസ്ലിം സമൂഹം എന്ത് ചെയ്തു? പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ ഉലമ വളരെ ആശങ്കപ്പെട്ടു. ഉലമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻ നോർത്ത് ഇന്ത്യ ഉലമ വെർ ഡീപ്ലി ആങ്ഷ്യസ് അബൌട്ട് ദി collapse of Muslim dynasties. They feared that colonial rulers would encourage conversation, change the Muslim personal laws. അതായത് ഉത്തരേന്ത്യയിൽ ഉലമകൾ വളരെ ആശങ്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം ഭരണകൂടങ്ങളുടെ തകർച്ചയെക്കുറിച്ച് ഭയപ്പെട്ടു. ബ്രിട്ടീഷുകാർ മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുമോ, മുസ്ലിങ്ങൾ അതായത് മുസ്ലിം നിയമങ്ങൾ മാറ്റുമോ എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആശങ്കയുണ്ടായി. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത്, ഈ ഭയത്തെ നേരിടാനായിട്ട് ഇവരെന്ത് ചെയ്തു? വില കുറഞ്ഞ ലിത്തോഗ്രാഫിക് പ്രസ്സുകൾ ഉപയോഗിച്ചു. അവർ പേർഷ്യൻ, ഉറുദു ഭാഷകളിൽ മതഗ്രന്ഥങ്ങൾ അച്ചടിച്ചു, മതഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഈ മതഗ്രന്ഥങ്ങൾ എന്തിനാണ്? മറ്റുള്ള ആളുകളിൽ തങ്ങളുടെ മതക്കാരെ ആകൃഷ്ടരായിട്ട് ഇത് നിയമങ്ങൾ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടേതായ രീതിയിൽ അവർ പരിശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. The Deoband Seminary, founded in 1867, published thousands upon thousands of fatwas telling Muslim readers how to conduct themselves in their everyday lives. 1867 ദിയോബന്ദ് സെമിനാരി സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആയിരക്കണക്കിന് ഫത്വകൾ പ്രസിദ്ധീകരിച്ചു. ഈ ഫത്വകൾ മുസ്ലിം ജനങ്ങളെ ദൈനംദിന ജീവിതത്തിൽ മതവിശ്വാസത്തിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ മതവിശ്വാസം എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് മുഴുവനായപ്പോഴേക്കും മതസ്ഥാപനങ്ങളുടെ വർധനവുണ്ടായി. പല മുസ്ലിം മതസംഘടനകളും സെമിനാരികളും ഉദയം ചെയ്തു. ഓരോ സ്ഥാപനവും വിശ്വാസത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു, അനുയായികളെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇതൊരു അച്ചടിയുടെ ശക്തി തന്നെയാണല്ലേ. ഈ എല്ലാ ആശയ സംഘർഷങ്ങളും അച്ചടി പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവന്നു. അച്ചടി ആശയങ്ങളെ ശക്തമാക്കി, പൊതുചർച്ചകൾ വളർത്തി, സമൂഹത്തിന്
വഴികൾ തുറക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ പേജിൻ്റെ ഒരു ക്രീമായിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. നിങ്ങളിത് ജസ്റ്റ് വായിച്ച് പോവുക, പഠിക്കുക നന്നായിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പേജ് നെക്സ്റ്റ് പേജാണ്. അതിനകത്ത് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത് ഏത്? പ്രിൻ്റ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് ഇൻ ഇന്ത്യ. നോക്കാം നമുക്ക്. പ്രിൻ്റ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് ഇൻ ഇന്ത്യയിൽ വന്നിട്ട് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് പറയുന്നത് കാലം കടന്നു പോകുന്ന വഴികളിൽ അല്ലെങ്കിൽ കാലം കടന്നു പോയപ്പോൾ മതഗ്രന്ഥങ്ങൾ കയ്യെഴുത്തുകളിൽ നിന്ന് അച്ചടിയിലേക്ക് മാറി തുടങ്ങി. 1810 തുളസീദാസിൻ്റെ രാമചരിതദാസ് കൊൽക്കത്തയിൽ നിന്ന് അച്ചടിച്ച് പുറത്തിറങ്ങി. ഇത് വലിയ മാറ്റത്തിൻ്റെ ആരംഭമായിരുന്നു. ലിത്തോഗ്രാഫിയും വില കുറഞ്ഞ പുസ്തകങ്ങളുമൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഉത്തരേന്ത്യൻ വിപണികളിൽ വ്യാപകമായിട്ട് ലഭ്യമായി. 1880-കളിൽ ലക്നൌവിൽ നവൽ കിഷോർ പ്രസ്, ദെൻ ബോംബെയിലെ ശ്രീ വെങ്കടേശ്വർ പ്രസ് എന്നിവയൊക്കെ ആരംഭിക്കുകയാണ്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിരവധി മതഗ്രന്ഥങ്ങൾ അച്ചടിച്ചു. വായിക്കാൻ എളുപ്പമുള്ള മതഗ്രന്ഥങ്ങൾ, അതായത് ചെറിയ വലിപ്പത്തിലും കൊണ്ടു നടക്കാൻ എളുപ്പമുള്ളതുമായിരുന്നു. അതുകൊണ്ട് വിശ്വാസികൾക്ക് ഏത് സ്ഥലത്തും ഏത് സമയത്തും വായിക്കാനായിട്ട് സാധിച്ചു. വായിക്കാൻ അറിയാത്ത പുരുഷന്മാരും സ്ത്രീകളും ഇവ വായിച്ച് കേൾക്കാനായിട്ട് സാധിച്ചു. മതഗ്രന്ഥങ്ങളുടെ വ്യാപക സ്വാധീനം ഈ ജനങ്ങളുടെ ഇടയിലുണ്ടായി. ഇങ്ങനെ മതഗ്രന്ഥങ്ങൾ വളരെ വലിയ ജനവിഭാഗത്തിലേക്ക് എത്തി. ഇത് വിവിധ മതങ്ങൾക്കുള്ളിലും മതങ്ങൾക്കിടയിലും ചർച്ചകൾക്കും വാദങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായി. ദെൻ അച്ചടി വ്യത്യസ്ത അഭിപ്രായങ്ങൾ മാത്രമല്ല പ്രചരിപ്പിച്ചത്, അതോടൊപ്പം വ്യത്യസ്ത സമൂഹങ്ങളെയും ആളുകളെയും ബന്ധിപ്പിച്ചു. പത്രങ്ങൾ ഒരു സ്ഥലത്ത് നടന്ന വാർത്തകൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു. ഇതുവഴി ഒരു പാൻ ഇന്ത്യൻ തിരിച്ചറിവ്, ഒരു ദേശീയ ബോധം ഉണ്ടാവുകയാണ് ഉണ്ടായത്. ദെൻ വൈ ന്യൂസ് പേപ്പർ 1870 നമ്മുടെ സോഴ്സിൽ വൈ, സോഴ്സ് ഡി നോക്കുക. എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ? 1870 കൃഷ്ണാജി ത്രിംബക് റാനഡെ ഒരു പ്രധാന ആശയം മുന്നോട്ട് വെച്ചു. അദ്ദേഹം മറാത്തി ഭാഷയിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ പത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാദേശിക കാര്യങ്ങളെക്കുറിച്ച് എല്ലാ തരത്തിലുമുള്ള ഉപയോഗപ്രദമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അത് സ്വതന്ത്ര ചിന്തകൾക്ക്, ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക്, രാജ്യത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം എന്നിവ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവ് പടർത്തുക വളരെ പ്രധാനമാണ്. ദേശീയ പത്രങ്ങളും രാഷ്ട്രീയ സംഘടനകളും ഒരു പ്രധാന ചുമതല ഏറ്റെടുത്തു. അവ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചു, ജനങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൻ്റെ ഒപ്പോസിഷൻ പോലെ അവ പ്രവർത്തിച്ചു. ഈ പത്രങ്ങൾ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു, പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. ഇതുവഴി അവ വലിയ സ്വാധീനം സമൂഹത്തിൽ നേടി. ദെൻ ഈ പേജിൻ്റെ ഇത് കഴിയാണ്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള ഷോർട്ട് പോയിന്റുകൾ നോക്കുക. നെക്സ്റ്റ് പേജിൽ ന്യൂ ഫോം ഓഫ് പബ്ലിക്കേഷനാണ്. ന്യൂ ഫോം ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധീകരണത്തിൻ്റെ പുതിയ രൂപങ്ങളാണ്. പ്രസിദ്ധീകരണത്തിൻ്റെ പുതിയ രൂപങ്ങൾ നമുക്ക് നോക്കാം. പ്രിൻറ്റിംഗ് ക്രിയേറ്റഡ് എൻ അപ്പറ്റൈറ്റ് ഫോർ ന്യൂ കൈൻഡ് ഓഫ് റൈറ്റിംഗ്. അച്ചടി വ്യാപകമായതോടെ ജനങ്ങൾക്കിടയിൽ വായനയോടുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ ആളുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ സ്വന്തം ജീവിതങ്ങളും അനുഭവങ്ങളും പുസ്തകങ്ങളിൽ കാണാനായിട്ട് ആഗ്രഹിച്ചു. ഈ ആവശ്യം നിറവേറ്റിയത് നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപമായിരുന്നു. ദ നോവൽ, എ ലിറ്റററി ഫോം വിച്ച് ഹാഡ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ്. നോവൽ യൂറോപ്പിൽ രൂപം കൊണ്ടെങ്കിലും ഇന്ത്യയിൽ അതിന് സ്വന്തമായ ശൈലിയും രൂപവും ലഭിച്ചു. നോവലുകൾ വായനക്കാരെ പുതിയ ലോകങ്ങളിലേക്ക് നയിച്ചു. അവ മനുഷ്യജീവിതത്തിൻ്റെ വൈവിധ്യവും വികാരങ്ങളും വ്യക്തമായിട്ട് കാണിച്ചു. നോവലുകൾക്ക് പുറമേ ചെറിയ ലിറിക്സ്, ചെറുകഥകൾ, എസ്സേ, ലേഖനങ്ങൾ ഒക്കെ എന്ത് ചെയ്തു? വായനയുടെ ലോകത്തേക്ക് കടന്നു വന്നു. അതർ ന്യൂ ലിറ്ററസി ഫോം ഓൾസോ entered the world of reading lyrics, short stories, essays about social and political matters. In different ways, they reinforced and new emphasis on human lives and intimate feelings about the political and social rules that shaped such things. Okay? Then എന്നിവയും ഇവ മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തെയും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെയും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ? By the end of the 19th century, the new visual culture was taking shape. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ
ഒരു പുതിയ ദൃശ്യ സംസ്കാരം ഉദയം ചെയ്തു. അച്ചടി പ്രസ്സുകൾ കൂടിയതോടെ ചിത്രങ്ങൾ വളരെയധികം അച്ചടിക്കാനായിട്ട് സാധിച്ചു. ദെൻ പിന്നെന്ത് സംഭവിച്ചു? രാജാ രവിവർമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജാ രവിവർമ്മ ജനങ്ങൾക്കായി അനവധി ചിത്രങ്ങൾ സൃഷ്ടിച്ചു. അവ ദേവീദേവന്മാരുടെ കഥകൾ, പുരാണ കഥകൾ അടിസ്ഥാനമാക്കിയവ ആയിരുന്നു. ബൈ ദ എൻഡ് ഓഫ് ദ 19th century നമുക്ക് നോക്കാം. പ്രിൻറ്റേഴ്സ് ലൈക്ക് ഇവിടെ ഉണ്ടല്ലോ, പ്രിൻറ്റേഴ്സ് ലൈക്ക് ദ രാജാ രവിവർമ്മ രാജാ രവിവർമ്മ ജനങ്ങൾക്കായി അനവധി ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ദെൻ ദേവീദേവന്മാരുടെ കഥകൾ, പുരാണ കഥകൾ അടിസ്ഥാനമാക്കിയവയായിരുന്നു അവ. ഈ ചിത്രങ്ങൾ വലിയ തോതിൽ അച്ചടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സാധാരണ ജനങ്ങളിലേക്കുള്ള കല. സാധാരണ ജനങ്ങളിലേക്കുള്ള കല എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരം കൊണ്ട് വുഡ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ശില്പികൾ അല്ലെങ്കിൽ ആളുകൾ നടത്തിയിട്ടുള്ളതാണ്. ചീപ്പ് പ്രിൻറ്റ്സ് ആൻഡ് കലണ്ടേഴ്സ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. ചീപ്പ് പ്രിൻറ്റ്സ് ആൻഡ് കലണ്ടേഴ്സ് ഈസിലി അവൈലബിൾ ഇൻ ദി ബസാർ കുഡ് ബി brought even by the poor to decorate the walls of their homes or place of work. The prints began shaping popular ideas about modernity and tradition, religion and politics and society and culture. വില കുറഞ്ഞ ചിത്രങ്ങളും കലണ്ടറുകളും എന്താ പറയുക മാർക്കറ്റുകളിൽ ലഭ്യമായി. ഇത് പാവപ്പെട്ട ആളുകൾക്ക് പോലും വീടുകൾ, ജോലിസ്ഥലങ്ങൾ അലങ്കരിക്കാനായിട്ടുള്ള ഒരു സാധ്യത നൽകി. ഇനി ചിത്രങ്ങൾ കടന്നു വരികയാണ്. നമ്മുടെ ചിന്തകളെ മാറ്റിയ ചിത്രങ്ങളാണ്. നമുക്കിവിടെ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, അത് രാജാ രവിവർമ്മ വരച്ചിട്ടുള്ളൊരു ചിത്രമാണ്. ഈ ചിത്രങ്ങൾ ജനങ്ങളുടെ ആധുനികത, പാരമ്പര്യം, മതം, രാഷ്ട്രീയം, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിത്തുടങ്ങി. കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും 1870കളോടെ പത്രങ്ങളിലും മാസികകളിലും കാർട്ടൂണുകൾ, കാരിക്കേച്ചറുകൾ പ്രസിദ്ധീകരിച്ചു. ഇവ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെ എന്ത് ചെയ്തു? വിമർശിച്ചു. കാരിക്കേച്ചറുകൾ പാശ്ചാത്യ വസ്ത്രങ്ങളോടുള്ള വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാരുടെ ആകർഷണമൊക്കെ എന്ത് ചെയ്തു? പരിഹസിച്ചു. മറ്റു ചില സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ പ്രകടിപ്പിച്ചു. By the 1870s, caricatures and cartoons were being published in journals and newspapers commenting on social and political issues. Some caricatures ridiculed the educated Indians' fascination with the Western taste and cloth, while others expressed the fear of social changes. There were imperial caricatures lampooning the nationalist as well as the nationalist cartoons criticizing imperial rule. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അതായത് ചില കാരിക്കേച്ചറുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരിഹസിച്ചു, അതേസമയം ചിലത് ദേശീയവാദികളെ വിമർശിച്ചു. ഇതുവഴി അച്ചടി ചർച്ചകളും വിമർശനങ്ങളുടെയും ഒരു ശക്തമായ ഉപാധിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ വുമൺ ആൻഡ് പ്രിൻ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ്. വുമൺ ആൻഡ് പ്രിൻ്റ്. ദെൻ വുമൺ ആൻഡ് പ്രിൻ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കഥ പോലെ ഇത് പറഞ്ഞുതരാം. നല്ല രസമാണ് കേട്ടോ അത് പഠിക്കാനായിട്ട്. അതായത് സ്ത്രീകളും അച്ചടിയും ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ, കാലം മാറിയപ്പോൾ സ്ത്രീകളുടെ ജീവിതവും വികാരങ്ങളും പുസ്തകങ്ങളിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? എഴുതപ്പെടാനായിട്ട് തുടങ്ങുകയാണ് ഉണ്ടായത്. ഈ എഴുത്തുകൾ വളരെ ശക്തമായിട്ടുള്ള എഴുത്തുകളായിരുന്നു, സ്ത്രീകളുടെ എഴുത്തുകൾ. സ്ത്രീകളുടെ വായന വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കാലഘട്ടത്തിൽ മധ്യവർഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ സ്ത്രീകളുടെ വായന എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ലിബറൽ ചിന്താഗതിയുള്ള ഭർത്താക്കന്മാരും അപ്പന്മാരും ഒക്കെ എന്ത് ചെയ്തു? സ്ത്രീകളെ വീട്ടിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ദെൻ ലിബറൽ ഹസ്ബൻഡ്സ് ആൻഡ് ഫാദേഴ്സ് ബിഗാൻ എഡ്യൂക്കേറ്റിംഗ് ദെയർ വുമൺ folk at home and send them to schools when women's schools were set up in the cities and towns after the mid-19th century. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്ത്രീകൾക്കായിട്ട് സ്കൂളുകൾ തുറന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്തുണച്ചവർ അന്നുണ്ടായിരുന്നു. പല ജേണലുകളും സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന് വാദിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നവ വ്യക്തമാക്കി. വീട്ടിൽ പഠിക്കാൻ പറ്റുന്ന പാഠ്യപദ്ധതിയും വായനാ സാമഗ്രികളും അവർക്ക് നൽകി. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായ നിലപാടുകളെയൊക്കെ
എതിർത്തു. എല്ലാ കുടുംബങ്ങളും ഇത്ര ലിബറൽ ആയിരുന്നില്ല. സംരക്ഷണ ചിന്താഗതിയുള്ള ഹിന്ദുക്കൾ, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ടുള്ള ഹിന്ദുക്കൾ വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ വിധവയാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചു. ഓക്കെ, ബട്ട് നോട്ട് ഓൾ ഫാമിലീസ് വെർ ലിബറൽ. Conservative Hindus believed that a literate girl would be widowed, and Muslims feared that educated women would be corrupted by reading Urdu romances. മുസ്ലിം കുടുംബങ്ങൾ സ്ത്രീകൾ ഉറുദു നോവലുകൾ വായിച്ചാൽ എന്താ പറയുക, അവരൊരു തെറ്റായ വഴിയിലേക്ക് പോകുമോ എന്ന ഭയത്തിലായിരുന്നു. വിരോധത്തെ വെല്ലുവിളിച്ച സ്ത്രീകൾ, ഈ വിരോധത്തെയൊക്കെ വെല്ലുവിളിച്ചും സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ചില ധൈര്യശാലികളായ സ്ത്രീകൾ ഈ നിയന്ത്രണങ്ങളെ വെല്ലുവിളിച്ചു. ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി രഹസ്യമായി ഉറുദുവിൽ വായിക്കാനും എഴുതാനും പഠിച്ചു. അവളുടെ കുടുംബം അവളോട് അറബിക് ഖുറാൻ മാത്രം വായിക്കാൻ പറഞ്ഞു. ഓക്കെ, അവൾക്കത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ ഉറുദു കൂടെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഹെർ ഫാമിലി വാണ്ടഡ് ഹെർ ടു റീഡ് ഓൺലി ദി അറബിക് ഖുറാൻ വിച്ച് ഷീ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഷീ ഇൻസിസ്റ്റഡ് ടു ലേണിംഗ് ടു റീഡ് ലാംഗ്വേജ് ദാറ്റ് വാസ് Iran. In East Bengal, in the early 19th century, Raj Sundari Devi, a young married girl in very orthodox household, learned to read in the secrecy of her kitchen. Later, she wrote her autobiography, Ammar Jaban, which was published in 1876. It was the first full-length autobiography published in Bengali language. കിഴക്കൻ ബംഗാളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രാജ് സുന്ദരി ദേബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരൊരു കർശനമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് വിവാഹിതയായിട്ടുള്ള ജീവിച്ച കുട്ടിയാണ്. അവൾ അടുക്കളയിൽ വെച്ചിട്ട് ഒളിച്ച് വായിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവൾ സ്വന്തം ആത്മകഥയായ അമർ ജുബാൻ എഴുതി. ഇതാണ് ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പൂർണ്ണ ആത്മകഥ. സാമൂഹിക പരിഷ്കരണങ്ങളും സ്ത്രീകളുടെ ജീവിതത്തോട് ഇത് പ്രകടിപ്പിച്ചു. അതോടെ സ്ത്രീകൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതാനായിട്ട് താല്പര്യമുണ്ടായി. 1860കളിൽ കൈലാസ് ബാഷിനി ദേവി ബ്രോട്ട് ബുക്ക് ഹൈലൈറ്റിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് വുമൺ അബൌട്ട് ഹൗ വുമൺ വെയർ ഇംപ്രിസൺഡ് അറ്റ് ഹോം. അതായത് കൈലാസ് ബാഷിനി ദേവി സ്ത്രീകളുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ എഴുതി. ഈ പുസ്തകങ്ങളിൽ സ്ത്രീകളുടെ വേദനയും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ സ്ത്രീകളെ വീട്ടിൽ തടവിലായിരുന്നത്, ജ്ഞാനത്തിൽ നിർത്തപ്പെട്ടത്, കഠിന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കുന്നത്, അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെട്ടത് എന്നിവയെക്കുറിച്ച് എഴുതി. പടിഞ്ഞാറൻ ഇന്ത്യയിലെ സ്ത്രീകൾ എഴുത്തുകാരായിട്ടുണ്ടായിരുന്നു. അവരിൽ നോക്കുകയാണെങ്കിൽ താരാബായി ഷിൻഡെ ഇൻ ദി 1880s ഇൻ പ്രസന്റ് ഡേ മഹാരാഷ്ട്രയിൽ താരാഭായ് സിൻഡെ ആൻഡ് പണ്ഡിറ്റ് രാംഭായ്. താരാഭായി ഷിൻഡെ സ്ത്രീകളുടെ ദുരവസ്ഥയെക്കുറിച്ച് എഴുതുകയുണ്ടായി. കോപത്തോടെയാണ് അവരത് എഴുതിയിട്ടുള്ളത്. പണ്ഡിറ്റ് രാമഭായ് ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു വിധവകളുടെ ദുഃഖകരമായ ജീവിതത്തെ വിമർശിച്ചു. പുസ്തകങ്ങൾ സ്ത്രീകളുടെ ലോകമായിട്ട് മാറുന്നൊരു കാലമാണ് ഉണ്ടായത്. ഒരു തമിഴ് നോവലിൽ ഒരു സ്ത്രീ പറഞ്ഞു, സാമൂഹിക നിയന്ത്രണങ്ങൾ കാരണം എൻ്റെ ലോകം ചെറുതാണ്. എൻ്റെ ജീവിതത്തിലെ പകുതിയിലധികം സന്തോഷം പുസ്തകങ്ങളിൽ നിന്നാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ചടിയുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് മാറി. ഉറുദു, തമിഴ്, ബംഗാളി, മറാത്തി ഭാഷകളിലെ അച്ചടി വളരെ നേരത്തെ തന്നെ വളർന്നു. 1870കളോടെ ഹിന്ദി അച്ചടിയും വളരെ ശക്തമായി. അച്ചടിയുടെ വലിയൊരു പങ്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് നൽകപ്പെട്ടു. While Urdu, Tamil, Bengali and Marathi print culture had developed early, Hindi printing began seriously only from the 1870s. So a large segment of it was developed to the education of women. Then നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. ഈ പേജിലുള്ള ഷോർട്ട് പോയിന്റ്സ് നിങ്ങൾ പഠിക്കും. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. വുമൺ പ്രിൻ്റ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്ത്രീകളെ ലക്ഷ്യമാക്കി തയ്യാറാക്കിയ ജേണലുകൾ വളരെ ജനപ്രിയമായിരുന്നു. ഈ ജേണലുകൾ സ്ത്രീകൾക്കായി എഴുതപ്പെട്ടവയും ചിലപ്പോൾ സ്ത്രീകൾ തന്നെ എഡിറ്റ് ചെയ്തതുമായിരുന്നു. ജേണലുകൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ഇതിനകത്ത് പ്രധാനമായിട്ട് വന്ന വിഷയങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസം, വിധവയാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക വിഡോ ആകുന്ന അവസ്ഥ, പിന്നെ റീമാരേജ്, വിഡോസിനുള്ള റീമാരേജ്, ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നിവയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. അതേസമയം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്ന വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ എന്താ പറയുക പാചകങ്ങൾ, പിന്നെ വീട്ടുപണികൾ, ഫാഷൻ എന്നിവയും ഉൾപ്പെടുത്തി ചെറിയ കഥകളും പതിപ്പുകളായി പ്രസിദ്ധീകരിച്ച നോവലുകളും വായനയ്ക്ക്
ആക്കം കൂട്ടി, അല്ലെങ്കിൽ വായനയെ മനോഹരമാക്കി. ദിൻ പഞ്ചാബ്, നമ്മളിനി പഞ്ചാബിലെ കാര്യം നോക്കുകയാണ്. പഞ്ചാബിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ജനപ്രിയ സാഹിത്യം വ്യാപകമായിട്ട് അച്ചടിച്ചു. രാംചന്ദ ശ്രീ ധാം വിചാർ എന്ന പുസ്തകം എഴുതി. ശ്രീ ധർമ്മവിചാർ എന്ന് പറയുന്നൊരു പുസ്തകം. രാംചന്ദ പബ്ലിഷ് ദ ഫാസ്റ്റ് സെല്ലിംഗ് ശ്രീ ധാം വിചാർ ടു ടീച്ച് വുമൺ ഹൗ ടു ബി ഒബീഡിയൻറ്റ് വൈഫ്, എങ്ങനെ ഒരു നല്ല ഭാര്യയായിട്ടിരിക്കണമെന്ന് പഠിപ്പിച്ചു. ദ ഖൽസ ട്രാക്ക് സൊസൈറ്റി എന്ത് ചെയ്തു? വില കുറഞ്ഞ, അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാവുന്ന പുസ്തകങ്ങൾ അവരെന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. ഖൽസ ട്രാക്ക് സൊസൈറ്റി വില കുറഞ്ഞ ചെറിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അവയുടെ സന്ദേശവും സ്ത്രീകൾ എന്താണ്, ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും കീഴടങ്ങുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരായിരിക്കുക എന്നത് തന്നെയായിരുന്നു. പല പുസ്തകങ്ങളും നല്ല സ്ത്രീയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള സംഭാഷണ രൂപത്തിൽ എഴുതിയവയായിരുന്നു. അതായത് ഒരു നല്ല സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ആയിരുന്നു. ഇനി ബംഗാളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇനി ബംഗാൾ എൻറ്റയർ ഏരിയ ഇൻ സെൻട്രൽ കൽക്കട്ട എന്ത് സംഭവിച്ചു? ബംഗാളിൽ കൽക്കത്തയിലെ ബഠാല എന്ന പ്രദേശം ജനപ്രിയ പുസ്തകങ്ങളുടെ അച്ചടിക്ക് പ്രസിദ്ധമായിരുന്നു. ഇവിടെ വില കുറഞ്ഞ മതഗ്രന്ഥങ്ങൾ, സാഹിത്യ പുസ്തകങ്ങൾ എന്നിവ എളുപ്പത്തിൽ വാങ്ങാനായിട്ട് സഹായിച്ചു. വിവാദാസ്പദമായ പുസ്തകങ്ങൾ, ബഠാലയിലെ ചില പുസ്തകങ്ങൾ അശ്ലീലമായതും വിവാദപരമായതുമായിരുന്നു. എങ്കിലും അവ ജനങ്ങൾക്കിടയിൽ എന്തായിരുന്നു? വളരെ പ്രസിദ്ധമായിരുന്നു. ചിത്രങ്ങളാൽ സമ്പന്നമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പല പുസ്തകങ്ങളും വുഡ്കട്ട് ചിത്രങ്ങൾ, വർണ്ണ ലിത്തോഗ്രാഫുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അച്ചടിച്ചവയാണ്. ഇത് വായനയുടെ ലോകത്തെ കൂടുതൽ ആകർഷണവും സൗന്ദര്യവുമുള്ളതുമാക്കി. വീടിനെ വീടാക്കി മാറ്റാനായിട്ട് പുസ്തകങ്ങൾ ഉപയോഗിച്ചു. പുസ്തക വ്യാപാരികൾ പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് വീടിനെ അലങ്കരിക്കാനൊക്കെ തുടങ്ങി. ഇതിൽ സ്ത്രീകളെ വിശ്രമ സമയത്ത് വായിക്കാനായിട്ട് തുടങ്ങി. ഇനി ചിത്രങ്ങളിലൂടെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ 19-20കളിലൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് കുടുംബ ബന്ധങ്ങൾ നശിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങളും, ഭർത്താവ് ഭാര്യയാൽ നിയന്ത്രിക്കപ്പെടുന്നവനായി കാണിക്കുന്നു, ഭാര്യ അവനെ അവഗണിക്കുന്നു, ഇങ്ങനെയുള്ള അമ്മയോട് ഭർത്താവ് ക്രൂരമായിട്ട് പെരുമാറുക, അങ്ങനെയുള്ള ചിത്രങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പ്രിൻ്റ് ആൻഡ് പുവർ പീപ്പിൾ നോക്കാം. അതായത് പ്രിൻ്റ് ആൻഡ് പുവർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളും അച്ചടിയും. ഓരോ വാക്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദരിദ്രർ അല്ലെ, പുവർ എന്ന് പറഞ്ഞാൽ ദരിദ്രരാണ്, ദരിദ്രരായിട്ടുള്ള ആളുകളും അതിൻ്റെ അച്ചടിയെക്കുറിച്ചുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ വളരെ വില കുറഞ്ഞ ചെറിയ പുസ്തകങ്ങൾ ഇന്ത്യൻ വിപണികളിൽ എത്തി. ഈ പുസ്തകങ്ങൾ മദ്രാസ് പോലുള്ള പട്ടണങ്ങളിൽ ചന്തകളിലും വഴിയരികുകളിലും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഇതുവഴി മാർക്കറ്റിലേക്ക് യാത്ര ചെയ്ത പാവപ്പെട്ടവർക്കും ഈ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് സാധിച്ചു. പബ്ലിക് ലൈബ്രറികളുടെ തുടക്കം, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പബ്ലിക് ലൈബ്രറികൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് പുസ്തകങ്ങളിലേക്കുള്ള ആക്സസ് എളുപ്പമാക്കി, അല്ലെങ്കിൽ വളരെ വർദ്ധിപ്പിക്കുകയാണ്, വളരെ വ്യാപകമായി. ഈ ലൈബ്രറികൾ നഗരങ്ങളിലും പട്ടണങ്ങളിലും ചിലപ്പോൾ സമൃദ്ധമായ ഗ്രാമങ്ങളിലും എന്ത് ചെയ്തു? സ്ഥാപിച്ചു. വെരി ചീപ്പ് സ്മോൾ ബുക്സ് വെർ ബ്രോട്ട് ടു മാർക്കറ്റ് ഇൻ 19th century. Then Madras towns and sold at across road, allowing poor people traveling to markets to buy them. അങ്ങനെ ഇനി ലൈബ്രറികൾ തുടങ്ങി. ഫ്രം ദി ലേറ്റ് 19th century issues of the caste discrimination. Then ലൈബ്രറി ബഹുമാനത്തിൻ്റെ ചിഹ്നമായിട്ട് കണ്ടു. പ്രാദേശിക സമ്പന്നർ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ലൈബ്രറി സ്ഥാപിക്കുന്നതൊരു ഭയങ്കര മാന്യമായിട്ടുള്ള കാര്യമായിട്ട് കണ്ടു. അതിനാൽ അവർ ലൈബ്രറികൾ സ്ഥാപിക്കാനായിട്ട് മുൻകൈയെടുത്തു. ആ സമയത്ത് തന്നെ ഫ്രം ദി ലേറ്റ് 19th century issues of caste discrimination began to be written about in many printed tracts and essays. Jyotiba Phule, the Maratha pioneer of low caste protest movement, wrote about the injustice of the caste system in India. Caste system in his Gulamgiri in 1871. അതായത് ജ്യോതിബ ഫൂലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ജാതി വിവേചനം എന്ന വിഷയത്തെക്കുറിച്ച് പല പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതപ്പെട്ടു. ജ്യോതിബ ഫൂലെ മറാഠയിലെ താഴ്ന്ന ജാതി പ്രസ്ഥാനത്തിൻ്റെ ഒരു
മുൻഗാമിയായിരുന്നു. 1871 അദ്ദേഹം ഗുലാം കിരി എന്ന പുസ്തകം എഴുതി. ഗുലാം കിരി. ഈ പുസ്തകത്തിൽ ജാതി വ്യവസ്ഥയിലെ അനീതികളെ തുറന്നു കാട്ടി 20-ാം നൂറ്റാണ്ടിൽ EV രാമസ്വാമി നായ്ക്കർ, പെരിയാർ എന്നാണ് അറിയപ്പെടുന്നത്, മദ്രാസിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായിട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇന്ത്യ മുഴുവൻ ജനങ്ങൾ വായിച്ചു. പ്രാദേശിക പ്രസ്ഥാനങ്ങളും അച്ചടിയും ഒക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ എഴുതുകയുണ്ടായി. പ്രാദേശിക പ്രക്ഷോഭങ്ങളും സാമൂഹിക സംഘടനകളും ജേണലുകളിൽ ട്രാക്ട് എന്നിവ അച്ചടിച്ചു. ഇവ പുരാതന ശാസ്ത്രങ്ങളെ വിമർശിക്കുകയും നമ്മുടെ സയൻസിനെ വിമർശിക്കുകയും നീതിയുള്ള പുതിയ ഭാവിയെ സ്വപ്നം കാണുകയും ചെയ്തു. ദ പോയംസ് ഓഫ് അനദർ കാൻപൂർ മിൽ വർക്കർ who wrote under the name of Sudarshan Chakar between 1935 and 1955. അതായത് തൊഴിലാളികൾ എഴുത്തിലേക്ക് വരുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫാക്ടറികളിൽ ജോലി ചെയ്ത തൊഴിലാളികൾ വളരെ കഠിനമായിട്ട് പണിയെടുത്തവരായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അതിനാൽ പലർക്കും സ്വന്തം അനുഭവങ്ങൾ എഴുതാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കാൻപൂരിലെ ഒരു മിൽ തൊഴിലാളിയായിരുന്നു ആര്? കാൻപൂരിലെ മിൽ തൊഴിലാളിയായിരുന്ന കാശി ബാബ എന്ന് പറയുന്ന ആൾ. ദെൻ കാൻപൂർ മിൽ വർക്കർ, ദ പോയം അനദർ കാൻപൂർ മിൽ വർക്കർ വോട്ട് സുദർശൻ കാൻപൂർ. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് കാൻപൂരിലെ മിൽ വർക്കറായിട്ടുള്ള കാശി ബാബ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ചോട്ടെ ഔർ ബഡേക്ക് സാവൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1838 അദ്ദേഹം കാശി ബാബ 1938 എന്ത് ചെയ്തു? ചോട്ടെ ഔർ ബഡേക്ക സാൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം ജാതിയും വർഗവും ചേർന്ന് ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം തുറന്നു കാണിച്ചു. പിന്നെ സുദർശൻ ചക്രവർത്തി, അദ്ദേഹവും കാൻപൂരിലെ മറ്റൊരു തൊഴിലാളിയായിരുന്നു. സുദർശൻ ചക്രവർത്തി 1935 മുതൽ 55 വരെ കവിതകൾ എഴുതി. അവ പിന്നീട് സാച്ചി കവിത എന്ന പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. സെയിം ലൈക്ക് ദാറ്റ് 1930കളിൽ ബാംഗ്ലൂരിൽ കോട്ടൺ മിൽ തൊഴിലാളികൾ ലൈബ്രറികൾ സ്ഥാപിച്ചു. ഇത് ബോംബെയിലെ തൊഴിലാളികളെ അനുസരിച്ചിട്ടായിരുന്നു. ഈ ലൈബ്രറികളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് മദ്യപാനം കുറയ്ക്കുക, സാക്ഷരത വർദ്ധിപ്പിക്കുക, ദേശീയബോധം പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവർ ഉപയോഗിച്ചു. ദെൻ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലേക്ക് പോവാം നമുക്ക്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പോയിന്റുകൾ നിങ്ങൾ നോക്കുക, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പ്രിൻ്റ് ആൻഡ് സെൻസർഷിപ്പാണ്. ലാസ്റ്റ് പേജ് ദ പ്രിൻ്റ് ആൻഡ് സെൻസർഷിപ്പ്. അത് അച്ചടിയും സെൻസർഷിപ്പും. 1798 മുൻപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് സർക്കാർ അച്ചടിയെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നില്ല. അന്നത്തെ, അതായത് ആദ്യകാലത്തെ സെൻസർഷിപ്പ് ശ്രമങ്ങൾ ഇന്ത്യക്കാരെ ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നതല്ല. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, കമ്പനിക്കെതിരെ എഴുതിയത് അതിനെയൊക്കെ വാറൻ ഹേസ്റ്റിങ്സ് നേരിട്ടത്. പകരം കമ്പനിയുടെ തെറ്റായ ഭരണത്തെ വിമർശിച്ച ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ കമ്പനി ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ വിമർശനങ്ങൾ ഇംഗ്ലണ്ടിലെ വിമർശകർ ഉപയോഗിച്ച് ഇന്ത്യയിലെ കമ്പനിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുമോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈ ദി 1820s എന്ത് സംഭവിച്ചു? 1820കളോടെ കൽക്കത്ത സുപ്രീം കോടതി പത്രസ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ ചില നിയമങ്ങൾ പാസാക്കി. ഇതോടൊപ്പം കമ്പനി ബ്രിട്ടീഷ് ഭരണത്തെ പുകഴ്ത്തുന്ന പത്രങ്ങളെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. 1835 ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളിലുമുള്ള പത്രങ്ങളുടെ എഡിറ്റർമാർ സർക്കാരിനോട് അപേക്ഷ നൽകി, അല്ലെങ്കിൽ സർക്കാരിൽ അപേക്ഷ നൽകി. അപ്പോൾ ജനറൽ വില്യം ബെൻഡിക് എന്ത് ചെയ്തു? കുറച്ചൊക്കെ ഇളവുകൾ അവർക്ക് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ 1835 faced with the urgent petitions by editors to English and vernacular newspapers, Governor General Bentinck agreed to revise press law. ഓക്കെ, അദ്ദേഹം പ്രസ് ലോനെ ഒന്ന് റിവൈസ് ചെയ്തു. എന്നാൽ തോമസ് മെക്കാളെ ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം പുതിയ നിയമങ്ങൾ എന്ത് ചെയ്തു? രൂപപ്പെടുത്തി. തോമസ് മെക്കാളെ ലിബറൽ കൊളോണിയൽ ഒഫീഷ്യൽ ഫോർമുലേറ്റഡ് ന്യൂ റൂൾസ് ദാറ്റ് റിസ്റ്റോർഡ് ദ ഏർലിയർ ഫ്രീഡംസ്. എല്ലാ ഫ്രീഡത്തെയും റിസ്റ്റോർ ചെയ്തുകൊണ്ട് അദ്ദേഹം ചില റൂളുകൾ ഉണ്ടാക്കി. ഇത് മുൻപുണ്ടായിരുന്ന പത്രസ്വാതന്ത്ര്യത്തെ തിരികെ നൽകി. 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ആദ്യത്തെ കലാപം എന്ന് പറയുന്നതാണ്. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിലപാട് പൂർണ്ണമായിട്ടും മാറി. ഇംഗ്ലീഷുകാർക്ക് നല്ല ദേഷ്യം വന്നു.
അവർ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ പത്രങ്ങളെ കൂടുതൽ കർശനമായി നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രാദേശിക ഭാഷകളിലുള്ള പത്രങ്ങൾ ദേശീയതയുടെ ശബ്ദമായിട്ട് മാറി. അവ ബ്രിട്ടീഷ് ഭരണത്തെ തുറന്ന് വിമർശിച്ചു. ഇത് സർക്കാരിന് ഭയങ്കരമായിട്ടുള്ളൊരു ഭയമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ 1878 വെർനാക്കുലർ പ്രസ് ആക്ട് 1878 വെർനാക്കുലർ പ്രസ് ആക്ട് 1878 ഇത് ഐറിഷ് പ്രസ് നിയമത്തെ അനുസരിച്ചായിരുന്നു. ഈ നിയമപ്രകാരം പ്രാദേശിക ഭാഷാപത്രങ്ങളിലെ വാർത്തകളും എഡിറ്റോറിയലുകളും സർക്കാർ പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഒരു വാർത്ത രാജ്യദ്രോഹപരമാണെന്ന് തീരുമാനിച്ചാൽ ആ പത്രത്തിന് അവർ മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അവഗണിച്ചാൽ പത്രം പിടിച്ചെടുക്കും. അച്ചടി യന്ത്രങ്ങളൊക്കെ അവർ കയ്യേറും, അല്ലെങ്കിൽ അത് അവർ പിടിച്ചെടുക്കും എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. എങ്കിലും ദേശീയ പത്രങ്ങൾ വളർന്നു വന്നു. ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ദേശീയ പത്രങ്ങളുടെ എണ്ണം ഇന്ത്യ മുഴുവനും കൂടി. ബ്രിട്ടീഷ് ഭരണത്തിലെ അനീതികളെ അവ പുറത്തു കൊണ്ടുവന്നു. ദേശീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. സർക്കാർ ദേശീയ വിമർശനം തടയാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായി. ഇതോടെ സർക്കാർ പ്രസ്സുകാരെ അല്ലെങ്കിൽ എഴുതുന്നവരെയൊക്കെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അതിനനുസരിച്ച് പ്രതിഷേധവും കൂടിക്കൂടി വന്നു. 1907 പഞ്ചാബ് വിപ്ലവകാരികളെ നാടുകടത്തിയപ്പോൾ ബാലഗംഗാധര തിലകൻ അവരെ പിന്തുണച്ച് ലേഖനങ്ങൾ എഴുതി. ഇതിൻ്റെ ഫലമായിട്ട് 1908 ബാലഗംഗാധര തിലക് ജയിലിലായി. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിന് പുതിയ നിയമങ്ങളൊക്കെ വന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ പ്രകാരം പത്രങ്ങൾക്ക് അനുമതിയില്ലാതെ ഒന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റാതായി. ഓർത്തു വയ്ക്കുക, ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ പ്രകാരം പത്രങ്ങൾക്ക് അനുമതിയില്ലാതെ ഒന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ ആയി. 1919 റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. എന്നാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കാലത്തെ അടിച്ചമർത്തലുകൾ നന്നായിട്ടുണ്ടായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്ത് പത്രങ്ങൾ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഏകദേശം 90 പത്രങ്ങൾക്കാണ് അടച്ചുപൂട്ടൽ അനുഭവപ്പെടേണ്ടി വന്നത്, അല്ലെങ്കിൽ അടച്ചു പൂട്ടിയത്. ഗാന്ധിജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 1922 സോഴ്സ് എഫിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. 1922 ഗാന്ധിജി പറഞ്ഞു, പത്രസ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളും അർത്ഥശൂന്യമാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ രാജ്യത്തിനുള്ള പോരാട്ടം ആദ്യം പത്രസ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടമാണ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പോയിൻറ്റ്സുകൾ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.